ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വിഷയീഭവിക്കുന്നത്. ചോദ്യം നമ്പർ 1, പാമ്പുകൾ പുറത്തേക്ക് വിഷം ചീറ്റിയാൽ അത് മനുഷ്യ ശരീരത്തിൽ സ്പർശിച്ചാൽ മനുഷ്യന് വിഷമേൽക്കുമോ എന്നതാണ് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, രാജവെമ്പാല അഥവാ കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ ഉടനെ മരണമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് പോകാം. സാധാരണ പാമ്പുകൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഷം ചീറ്റിക്കൊണ്ട് പുറത്തേക്ക് ചീറ്റിക്കൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഈ വിഷം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് നമ്മുടെ കണ്ണുകളിലേക്കാണ് ആ വിഷം വരുന്നതെങ്കിൽ കണ്ണിന് കാഴ്ച മങ്ങുവാനും കണ്ണിന്റെ നിറം കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ ആ മുറിപ്പാടിലേക്ക് ആ വിഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്ക് അത് സർക്കുലേറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നത് തന്നെയാണ് അതിന് പരിഹാരം. രണ്ടാമതായി, കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ മരണം വളരെ പെട്ടെന്നായിരിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം ആ വിഷത്തിന്റെ അളവും മനുഷ്യന്റെ പ്രതിരോധ ശേഷിയും ആരോഗ്യവും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ മരണം സംഭവിക്കുന്നത്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം കിങ് കോബ്രയുടെ ബൈറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം അളവ് കൂടുതലായിരിക്കും അതിന്റെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. സാധാരണഗതിയിൽ മൂർഖൻ പാമ്പായാലും കിങ് കോബ്ര ആയാലും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഇതിന്റെ പാർട്ട് 1 പറയുകയുണ്ടായി, ന്യൂറോടോക്സിക് എന്നാണ്. രണ്ട് ന്യൂറോടോക്സിക് തന്നെയാണ്. പക്ഷേ അതിന്റെ വിഷത്തിന്റെ അളവ് മൂർഖനിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന വിഷത്തിന്റെ അളവും രാജവെമ്പാലയുടെ വിഷത്തിന്റെ അളവും വളരെയധികം കൂടുതലാണ്. രാജവെമ്പാലയുടേത് വേണ്ടി വന്നാൽ ഒരു ആനയെ തന്നെ കൊല്ലാനുള്ള ആനയൊക്കെ കൊന്നിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. കാട്ടിലുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് പലരും നമ്മളെ മുന്നിൽ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വിഷം ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റിനുള്ളിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ തന്നെ മരണം കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം രണ്ടാണ്. ഒന്ന്, ഹോസ്പിറ്റലുകളിൽ ഇതിന്റെ മരുന്ന് അവൈലബിൾ അല്ല. രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് വളരെ കൂടുതലും, അതുകൊണ്ട് തന്നെ 30 മിനിറ്റിനുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഈ വീഡിയോയുടെ പാർട്ട് 1 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ന്യൂറോടോക്സിക് ആണ്. മൂർഖൻ പോലുള്ള സർപ്പങ്ങളുടെ ദംശനമേറ്റ് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്ക് കയറുന്ന വെനമെന്നും, അതുപോലെ തന്നെ അണലി പോലുള്ള വൈപ്പർ പോലുള്ള ചേനത്തണ്ടൻ, അണലി, അതുപോലെ തന്നെ വട്ടക്കൂറ എന്നൊക്കെ പറയുന്ന ആ വർഗത്തിൻ്റെത് ഹീമോടോക്സിക് ആണ്. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ശരീരത്തെ ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ന്യൂറോടോക്സിക് ആണെന്നുണ്ടെങ്കിൽ അത് നാഡീവ്യൂഹത്താണ് ബാധിക്കുന്നത്, ശ്വാസതടസ്സം പോലുള്ള സംഭവിക്കാം. ഹീമോടോക്സിക് ആണെന്നുണ്ടെങ്കിൽ രക്തം ഛർദ്ദിക്കാം, രോമകൂപങ്ങളുടെ രക്തം വരാം എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ആന്റിവെനം എന്താണെന്നുള്ളതും പോളിവാലന്റ് ആന്റിവെനാണ് അതിന് കൊടുക്കുന്നത് എന്നുള്ളതും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ചിത്രസഹിതം നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ രാജവെമ്പാലയുടെ ആന്റിവെനം തന്നെ വ്യത്യാസമുണ്ട്. കാരണം അത് മോണോവാലന്റ് ആണ്. നമ്മൾ ന്യൂറോടോക്സിക് ആയാലും ഹീമോടോക്സിക് ആയാലും അതിന് പോളിവാലന്റ് ആന്റിവെനം തന്നെയാണ്, മിക്സഡ് ആന്റിവെനം തന്നെയാണ് ഹോസ്പിറ്റലിൽ നൽകുന്നതെങ്കിൽ കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ നൽകേണ്ട ആന്റിവെനം എന്ന് പറയുന്നത് മോണോവാലന്റ് ആന്റിവെനം. അത് മോണോവാലന്റ് വേഴ്സസ് പോളിവാലന്റ്. ഇതിവിടെ ലഭ്യമല്ല. നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെയും തന്നെ പോളിവാലന്റ് ആന്റിവെനം, അതായത് അണലി ആയാലും കോബ്ര ആയാലും കടിച്ചു കഴിഞ്ഞാൽ നൽകാനുള്ള ആന്റിവെനം ഉണ്ടെങ്കിലും ഈ കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ നൽകാനുള്ള വെനം നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. കേരളത്തിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇന്ത്യയിലും അവൈലബിൾ ആകാനുള്ള സാധ്യത വളരെ റയറാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ നിർമ്മിതം ഇന്ത്യയിൽ നടക്കുന്നില്ല. ഈ ആന്റിവെനത്തിന്റെ മോണോവാലന്റ് ആന്റിവെനത്തിന്റെ നിർമ്മാണം ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇതിന്റെ ആന്റിവെനം അധികവും ഇന്തോനേഷ്യയിലാണ് നിർമ്മിക്കുന്നത്. ഇന്തോനേഷ്യയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഇല്ലീഗലായിട്ട് മാത്രമേ അത് കൊണ്ടുവരാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് തന്നെ രാജവെമ്പാല മറ്റുള്ള പാമ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യന്മാരെ ഉപദ്രവിക്കാറില്ല. ഒന്നാമത് നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊന്നും തന്നെ രാജവെമ്പാലയെ കാണാറില്ല. അധികവും മലയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ വനമുള്ള ഭാഗങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് രാജവെമ്പാലയെ കണ്ടുവരാറുള്ളത്. നമ്മൾ കാണാറുണ്ട് വാവാ സുരേഷൊക്കെ ഇതിനെ പിടിക്കുന്നതും മറ്റൊക്കെ നമ്മൾ കാണാറുണ്ട്. വളരെ റിസ്കിയാണ്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല.
ഇത് മുട്ടയിട്ട് വിരിക്കുന്ന പാമ്പ് തന്നെയാണ്. അണലിയെ പോലെ പ്രസവിക്കുന്ന പാമ്പല്ല. അണലി പ്രസവിക്കുകയാണെങ്കിലും അത് വയറ്റിൽ നിന്ന് തന്നെ മുട്ട വിരിഞ്ഞുകൊണ്ടാണ് പുറത്തു വരുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ യൂട്രസിൽ ഗർഭം ധരിച്ചുകൊണ്ട് അങ്ങനെ പുറത്തു വരുന്നതല്ല. മുട്ട തന്നെയാണ് വിരിഞ്ഞ് പുറത്തു വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മറ്റുള്ള പാമ്പുകളൊക്കെ അടയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജവെമ്പാലയം ഏകദേശം 28 to 40 വരെയുള്ള മുട്ടകളിടാം. അത് വിരിയാൻ തന്നെ 60 ദിവസം മുതൽ 90 ദിവസം വരെ എടുക്കുന്നതാണ്. അതിന് രാജവെമ്പാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട്, ചവറുകളും മറ്റു നാരുകളൊക്കെ വെച്ച് കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ മുട്ട ഇട്ടിട്ട് മുട്ട വിരിയുന്ന സമയം വരെ അതിൻ്റെ അമ്മ കാവലിരിക്കും. മുട്ട വിരിയുന്നതിന് മുന്നേ അതിനെ വിട്ടു പോവുകയും ചെയ്യും. അതിന് കാരണം പ്രകൃതിദത്തമായിട്ട് തന്നെ ആ കുട്ടികളെ ഭക്ഷിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വേർപിരിയലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇപ്പോ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, കിങ് കോബ്രയുടെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അവർ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിവാലന്റ് ആന്റിവെനം തന്നെ സാധാരണ മൂർഖനും അതുപോലെ തന്നെ വൈപ്പർ, അതായത് അണലിയും കടിച്ചാൽ കൊടുക്കുന്ന അതേ ആന്റിവെനം തന്നെയാണ് ഇവിടെ നമ്മളെ നാട്ടിൽ കൊടുക്കുന്നത്. പക്ഷെ അത് അളവിൽ വ്യത്യാസം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഇത് ന്യൂറോടോക്സിക് ആയതുകൊണ്ട് തന്നെ ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേശികളെ ബാധിക്കും. എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്വാസതടസ്സം പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് വെന്റിലേറ്ററിൽ കയറ്റിക്കൊണ്ട് വിഷത്തിന്റെ അളവിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് വോളിവാലന്റ് ആന്റിവെനം, സാധാരണ മൂർഖനും അണലിയൊക്കെ അടിച്ചാൽ കൊടുക്കുന്നതിനെക്കാട്ടിയും അളവ് കൂടുതലായിട്ട് ആന്റിവെനം കൊടുക്കുകയും അതോടൊപ്പം കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ട് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ പിന്നെ മോണോവാലന്റ് വേഴ്സസ് പോളിവാലന്റ് ആന്റിവെനം നമുക്കിവിടെ ലഭ്യമല്ല. ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഗത്ത് ലഭ്യമാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ലഭ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാമ്പ് കടി ഏറ്റി കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുണ്ട് ഇതിൽ ഞാൻ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളിലും 12 മെഡിക്കൽ കോളേജ് കേരളത്തിലുണ്ട്. വയനാടും കാസർഗോഡും ഒഴികെ എന്നാണ് എൻ്റെ അറിവ്. ആ 12 മെഡിക്കൽ കോളേജിലും അവൈലബിൾ ആണ്. അതുകൂടാതെ തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ലകളിലൊക്കെ ഏതോ ഹോസ്പിറ്റലിലൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ്. പാമ്പ് പിടുത്തക്കാരുടെ പ്രശസ്തരായിട്ടുള്ള ബാബ സുരേഷിനെ പോലുള്ള ആളുകൾ ഒക്കെ നമ്പറൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ തലസ്ഥാന നഗരിയിലായതുകൊണ്ട് തന്നെ നമ്മളെ മറ്റു പ്രദേശങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് തന്നെ പല ജില്ലകളിലുമുള്ള പാമ്പ് പിടുത്തക്കാരുടെയും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പാമ്പ് പിടുത്തക്കാരുടെ ഒക്കെ ഫോൺ നമ്പർ അടക്കം ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന 4 ഇനം പാമ്പുകളെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. മൂർഖനും മൺചുരട്ടയും വെള്ളിക്കെട്ടനും അണലിയാണ്. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അണലിയാണ്. അണലി കടിച്ചു കഴിഞ്ഞാൽ അത് ഹീമോടോക്സിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കൺപോളകൾ വരെ നമ്മളെ മസിലുകളൊക്കെ വല്ലാതെ അൺബാലൻസ്ഡ് ആയി പോവും. രക്തകുംഭങ്ങളിലൂടെ എല്ലാം രോമകുംഭങ്ങളിലൂടെ രക്തം രക്തം വോമിറ്റ് ചെയ്യാം. കൺപോളകൾ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോവാം. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. നമ്മൾ അടുത്ത പ്രദേശങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്റിവെനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വീടിന്റെ പരിസരത്ത് ഇന്നലത്തെ വീഡിയോയിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണാവശ്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കമന്റ് ബോക്സിലും കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും പാമ്പ് കടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പാമ്പ് കടി മരണങ്ങൾ ഇപ്പോൾ റീസെന്റ് ഈ 2026 ഏപ്രിൽ ലാസ്റ്റ് വീക്കിലായിട്ട് സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു സബ്ജക്ട് എടുക്കാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്നും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.